ഹലോ ഫ്രണ്ട്സ്, പുതുവർഷത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ലെങ്തി ആണെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കാണണേ. നല്ലൊരു ട്വിസ്റ്റൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിലകത്ത് ഉണ്ട് കേട്ടോ. കുറച്ച് വർഷങ്ങളായി നമ്മുടെ ഫാമിലിയിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് നിങ്ങളൊക്കെ നടത്താറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏതാണ്ട് ഒരു മാസം മുമ്പ് നമ്മൾ ഈ ഒരു നറുക്കെടുപ്പ് പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഉള്ള ഒരു ടീമായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം ഇത് നമുക്ക് ആരെയാണ് നമ്മുടെ ഫ്രണ്ടായിട്ട് കിട്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ എന്തായിരിക്കും ഗിഫ്റ്റ്, പിന്നെ അതുപോലെ നമ്മൾ കൊടുക്കുന്ന ആളായാലും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആളായാലും എന്താണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തൊക്കെ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു ടൈമാണ്. എൻ്റെ ഹസ്ബൻഡിനെ കിട്ടിയത് ഒരു അനുജനാണ്. അപ്പോൾ അനുജൻ നല്ലൊരു വാച്ചായിരുന്നു കൊടുത്തത്, അടിപൊളി വാച്ചായിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ ചേട്ടന് കിട്ടിയത് വേറൊരു അനിയനെയാണ്. അപ്പോൾ പുള്ളിക്ക് ഞങ്ങൾ അടിപൊളി ഷർട്ട് കൊടുത്തു. എനിക്ക് അനിയൻ്റെ ഭാര്യയായിരുന്നു. അപ്പോൾ അവൾക്ക് എന്നെയും, അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു. യേശനൊക്കെ അമ്മയായിരുന്നു, അമ്മക്ക് നീനാൻ്റി ആയിരുന്നു. അങ്ങനെ നീനാൻ്റി അമ്മ കൊടുത്ത കാസറോളൊക്കെ പൊളിച്ചിങ്ങനെ നോക്കുകയാണ്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് പൊളിക്കുകയും നോക്കുകയും ഒക്കെ ചെയ്യാണ്. സത്യം വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. എൻ്റെ കവറാണെങ്കിൽ പൊളിയൊന്നുമില്ല, ഞാനിങ്ങനെ വളരെയധികം ആകാംക്ഷാഭരിതയായി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ബാഗായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു ബാഗായിരുന്നു. ശേഷം നമ്മൾ കലാപരിപാടികളിലേക്ക് കടന്നു. അപ്പോൾ ആദ്യം തന്നെ കൊച്ചുകുട്ടികളുടെ ബലൂണ് ഫൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ മക്കൾ എൻജോയ് ചെയ്ത് കളിച്ചു. അതിൽ നമ്മുടെ ഇതികക്കുട്ടി, ചെറിയൊരു മോളെ കാണുന്നുണ്ടാവും നിങ്ങൾ, ഒരു പച്ച കളർ ഡ്രസ്സ് ഇട്ട്. അപ്പോൾ മോൾക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളിങ്ങനെ മാറി നിൽക്കുകയാണ്. ബാക്കി 3 പേരുമാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ വാശിയേറിയ മത്സരത്തിൽ നമ്മുടെ നെഹൽ വിജയിച്ചു. അതിനുശേഷം ഞാൻ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. നമ്മളെ പാട്ടിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയാത്തത് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് നമ്മൾ പാട്ട് പാടുന്നത് എന്താണെന്ന് പോലും അറിയില്ല കേട്ടോ. അടുത്തതായി നമ്മുടെ ഇളയപ്പന്മാരുടെയൊക്കെ ഒരു സുന്ദരിക്ക് പൊട്ടു തൊടലായിരുന്നു. അപ്പോൾ ആൻറ്റി ഇങ്ങനെ ആപ്പൻ്റെ പോക്ക് വേണ്ടിയിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ നമ്മൾ തിരിച്ചുവിട്ട ഏരിയയിലേക്കേ അല്ല പോകുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു. അവസാനം നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് എത്തിച്ചു. അപ്പോൾ പുള്ളി പൊട്ടുവിട്ടു. അപ്പോൾ അങ്ങനെ പിന്നീട് ഓരോ ആപ്പന്മാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവസാനം പൊട്ട് വെക്കാൻ വേണ്ടി പോയിട്ട് നമ്മുടെ ഈ സുന്ദരിയിൽ നിന്ന് വിട്ട് പുറത്തുള്ളൊരു സുന്ദരിയിലേക്ക് ആയിപ്പോയി കേട്ടോ. നമ്മുടെ നീനാൻ്റി നിൽക്കുന്നുണ്ട്, അപ്പോൾ നീനാൻ്റിയുടെ നെറ്റിയിലേക്ക് വെക്കാനുള്ളൊരു പോക്കായിരുന്നു. പിന്നെ അപ്പോൾ അങ്ങനെ വളരെ ഗംഭീരമായൊരു പരിപാടിയായിരുന്നു കേട്ടോ സുന്ദരിക്ക് പൊട്ടുകുത്തൽ. അപ്പോൾ അങ്ങനെ എല്ലാവരും പിന്നെ മത്സരത്തിൻ്റെ ആ ഒരു സ്പിരിറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ പ്രായം പോലും നോക്കിയില്ല ആരും. ഒരു പ്രായപരിധിയും കാണിക്കാത്ത രീതിയിൽ, അതായത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെയുള്ളവർക്ക് നമ്മൾ കാറ്റഗറി വൈസായിരുന്നു മത്സരങ്ങളൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമൻസും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാട്ട് വെച്ചതുകൊണ്ട് തന്നെ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയേണ്ട വോയിസ് ഓവർ കൊടുക്കേണ്ട ഒരവസ്ഥ വന്നത് കേട്ടോ. സത്യം അല്ലാതെ പുറത്ത് നല്ല കമൻസ് പറയുന്നുണ്ട്. അത് എന്താ ഓരോരാളുടെ എക്സ്പ്രഷനും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. കുറച്ച് മുതിർന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരായിരുന്നു കേട്ടോ കൂടുതൽ. അതായത് ഇളയപ്പന്മാർ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും സത്യം പറഞ്ഞാൽ പ്രായം മറന്ന് എല്ലാവരും ഫണ്ണി ആയിട്ടായിരുന്നു കേട്ടോ ആ ഗെയിമിനെ സമീപിച്ചത്. അപ്പോൾ നമ്മുടെ പ്രസാദേട്ടനായിരുന്നു ഈ ഒരു സുന്ദരിക്ക് പൊട്ടുകുത്തൽ വിജയി എന്ന് പറയുന്നത്. കാരണം പുള്ളിക്കാരനായിരുന്നു നമ്മുടെ സുന്ദരിയുടെ നെറ്റിയിലോട്ടെങ്കിലും എത്തിയത്. ബാക്കിയുള്ളവർ പുറത്തൊക്കെ ആയിരുന്നു വെച്ചത്. ഓരോരുത്തരുടെ വെച്ചത് നമുക്കിതിൽ ആ അടുത്ത് പോയിട്ട് കാണുമ്പോഴത്തേനും തന്നെ ചിരിച്ചു മണ്ണ് കപ്പൂട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പൊട്ടുമായിട്ട് ഒരു ബന്ധമില്ലാതെ തലക്കും വീട്ടിക്കുത്തും മൂക്കുത്തിയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഓരോരുത്തർ. അപ്പോൾ അങ്ങനെ നമ്മുടെ അവസാനത്തെ കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജയളപ്പനായിരുന്നു. അപ്പോൾ പുള്ളിയും അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ കുറച്ച് വലിയ കാറ്റഗറിയുടെ ബലൂൺ ഫൈറ്റിംഗ് ആയിരുന്നു. സനക്കായിരുന്നു കേട്ടോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അതുപോലെ തന്നെ അടുത്ത ഗെയിം സെറ്റ് ചെയ്യുന്നതിനിടയിൽ പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് പാട്ടുകളും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തത്. അപ്പോൾ പാട്ടും പരിപാടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ നന്നായിട്ട്, കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും എല്ലാവരും, നമ്മളെല്ലാവരും കൂടി തകർക്കുകയാണ് കേട്ടോ. ഡാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇടക്കും തലക്കുമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു കേട്ടോ ഇതിനിടയിലൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ മൊത്തത്തിൽ പറയാനുള്ളത് കേട്ടോ. ഇതിനിടയിലും എനിക്ക് പറയാനുള്ളത് നമ്മുടെ സജു ലിജു വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. അത് കഴിഞ്ഞ് നമ്മുടെ തേജലിൻ്റെയും സാവനയുടെയും നല്ലൊരു അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ.
അപ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ കളിച്ചു. പിന്നീട് കുളം കരയായിരുന്നു നമ്മുടെ മത്സരം. പ്രായഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ചെയ്തൊരു കളിയായിരുന്നു കേട്ടോ ഇത് കുളംകര. കാരണം ചെറിയ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉണ്ടായിരുന്നു. വളരെ രസമായിരുന്നു. ആദ്യഘട്ടത്തിൽ നമുക്കിങ്ങനെ നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നീട് ആളൊക്കെ കുറഞ്ഞു. അതിനുശേഷം ഉണ്ടായിരുന്ന അടിപൊളി ഒരു ഗെയിമായിരുന്നു നമ്മുടെ സ്ത്രീകൾക്കായിട്ട് നമുക്കൊക്കെ ആയിട്ട് തന്നതാണ്. അതായത് ഈ സ്റ്റാച്യു പറയുന്നൊരു ടൈപ്പാണ്. നല്ലൊരു പാട്ട് വെക്കും, അതിനെന്തൊക്കെയോ സ്റ്റെപ്സ് നമ്മൾ ഇടണം. അപ്പോൾ പാട്ട് നിർത്തുന്ന സമയത്ത് നമ്മൾ ഏത് പൊസിഷനിലാണോ ഉള്ളത് ആ പൊസിഷനിൽ നമ്മൾ നിന്നേക്കുക. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്റ്റെപ്പ് ഇടാനും പേടിയാവുന്നു. കാരണം എങ്ങനെയാണോ ഉണ്ടാവുക എന്നുള്ളത് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പോസിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അത് വളരെ നല്ലൊരു ഗെയിമായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ അതിൽ എൻജോയ് ചെയ്ത് നമ്മൾ കളിച്ചു എന്നുള്ളതാണ്. അവസാനം നമ്മുടെ രേഷ്ണക്ക്, അനിയൻ്റെ ഭാര്യക്കായിരുന്നു അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ എല്ലാത്തിനെയും എൻജോയ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ആരും മടിയൊന്നും കാണിക്കാതെ വലുത് ചെറുത് ഭേദം ഇല്ലാതെ എല്ലാവരും നല്ല രീതിയിൽ ഫണ്ണി ആയിട്ട് എല്ലാം എടുത്തു എന്നുള്ളതാണ് ആദ്യം പറയേണ്ട ഒരു കാര്യം. പിന്നീട് നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി, അതായത് എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അനിയൻ അങ്ങനെയുള്ള കുറച്ചും കൂടി ചെറിയ ആൾക്കാരുടെ സുന്ദരിക്ക് പൊട്ടുതൊടലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ അന്വയ്, അലോക്, ജിനേഷ്, നിജേഷ്, എൻ്റെ ചേട്ടൻ്റെ കെട്ടും തിരിപ്പൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷേ പുള്ളിക്കാരൻ നല്ല വൃത്തിയായിട്ട് പൊട്ട് തൊട്ടു ഫസ്റ്റ് പ്രൈസ് മേടിച്ചു കേട്ടോ. അതിനുശേഷം നമ്മുടെ പെൺപടകളുടെ ഒരു തട്ടിക്കൂട്ടെന്ന് അവർ പറയുന്നു, പക്ഷേ സത്യമായിട്ട് വൃത്തിയായിട്ട് കളിച്ചു കേട്ടോ. അടിപൊളി ഒരു ഡാൻസായിരുന്നു. ഈ ഡാൻസിന് ശേഷമുള്ളൊരു ഗെയിമിൻ്റെ കഥ പറയുകയാണെങ്കിൽ നമുക്കൊരു ലോട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ ലോട്ടിലുള്ള ആളെ നമ്മൾ പരിചയപ്പെടുത്തുക വേണ്ടത് കേട്ടോ. കല്ല്, പാറു. വളരെ രസമായിരുന്നു കേട്ടോ. അപ്പോൾ പാറു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ്റെ എന്തെങ്കിലും പറഞ്ഞാൽ പോലെ എന്ന് പറഞ്ഞ് വഴക്കായിരുന്നു. പിന്നീട് ഒരു കോൺസെൻട്രേറ്റ് ചെയ്തൊരു കളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതും സൂപ്പറായിരുന്നു. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി നല്ല അടിപൊളിയൊരു ഡാൻസ്, അതായത് ഒരു DJ എന്നൊക്കെ പറയേണ്ടി വരും, എല്ലാവരും തുള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ബോയ്സ് മുകളിൽ പോയിട്ട് നമ്മുടെ പടക്കത്തിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു. പിന്നെ അപ്പോൾ അത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുന്ന തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ താഴെയുള്ളവർ എല്ലാവരും കമ്പിത്തിരിയൊക്കെ കത്തിച്ച് സെറ്റാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ വെടിശബ്ദമൊക്കെ വന്നു. അപ്പോൾ നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആയിരുന്നു ഈ ഒരു 2025. അപ്പോൾ എല്ലാവർക്കും പുതുവത്സരാശംസകൾ.